അതിവേഗ റെയിൽ പദ്ധതിയെ എതിർത്ത് കേരയിൽ വിരുദ്ധ ജനകീയ സമിതി അതിവേഗ റെയിൽ പോലുള്ള ആഡംബര പദ്ധതികളല്ല വേണ്ടതെന്നും ട്രെയിനിലെ സംവിധാനങ്ങളാണ് മെച്ചപ്പെടുത്തേണ്ടതെന്നും പ്രതികരണം. ഇ ശ്രീധരന്റെ ആശയം അശാസ്ത്രീയമെന്നും കേരയിൽ വിരുദ്ധ ജനകീയ സമിതി. ഇ ശ്രീധരൻ മുന്നോട്ട് വെച്ചത് അത്തരത്തിൽ യാത്രാവശ്യകതകൾക്ക് നിരക്കുന്നതല്ല. കാരണം അത് സ്റ്റാൻഡേർഡ് ഗേജാണ്, സ്റ്റാൻഡ് അലോൺ ആണ്. അതുപോലെ തന്നെ 135 കിലോമീറ്ററാണ് ശരാശരി വേഗത. അതിനേക്കാൾ വേഗത്തിൽ ഇന്ത്യൻ റെയിൽവേ ഇപ്പോൾ ട്രെയിനുകൾ ഓടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിനുള്ള പദ്ധതികൾ അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ അത് സാധ്യമാക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് വിഴിഞ്ഞം തുറമുഖം സാധ്യമായിരിക്കുന്ന ഈ സമയത്ത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഇറക്കുമതി ചെയ്യുന്ന ചരക്കാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ചരക്ക് നീക്കത്തിനും കൂടി ഉതകുന്നതാവണം. വിശദാംശങ്ങളുമായി വിഷ്ണു സുരേഷാണ് ചേരുന്നത്. വിഷ്ണു, ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പോൾ ഈ മട്ടിൽ ടൈം ഈസ് മണി എന്നാണല്ലോ. അപ്പോൾ വേഗത്തിൽ എവിടെയും എത്തുക എന്നതിൽ ഉപരി ഇപ്പോഴുള്ള ട്രെയിനുകളുടെ സൗകര്യം മെച്ചപ്പെടുത്തുന്നതാണ് നല്ലതെന്നാണല്ലോ സമരസമിതി പറയുന്നത്. സച്ചിന, കേരയിൽ വിരുദ്ധ ജനകീയ സമിതിയുടെ സംസ്ഥാനതല യോഗമാണ് ഇന്ന് എറണാകുളത്ത് നടന്നത്. അതിൽ പ്രധാനമായും അജണ്ടയായത് ഇ ശ്രീധരൻ അവതരിപ്പിച്ച അതിവേഗ റെയിൽ പദ്ധതിയാണ്. നിലവിൽ അവർ പറയുന്നത് അതിൽ ചില അശാസ്ത്രീയതകൾ ഉണ്ടെന്നാണ്. ഒപ്പം തന്നെ കേരയിൽ പോലെ തന്നെയുള്ള അല്ലെങ്കിൽ സിൽവർ ലൈൻ പോലെ തന്നെയുള്ള ഒരു പദ്ധതിയാണിതെങ്കിൽ അതിനെ ഉറപ്പായും എതിർക്കുമെന്നും പറയുന്നു. പക്ഷേ സർക്കാർ നിയോഗിച്ചിട്ടുള്ള ഈ സമിതിയിൽ അവർക്ക് വലിയ വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ കേരയിൽ പോലൊരു പദ്ധതി ആയിരിക്കില്ല, അല്ലെങ്കിൽ അത്തരത്തിലേക്ക് ഒരു പരിസ്ഥിതിക്ക് അടക്കം കോട്ടം വരുന്ന ഒരു പദ്ധതി ആകരുത് എന്ന നിർദ്ദേശമാണ് അവർ മുന്നോട്ട് വെച്ചത്. അങ്ങനെ അല്ലാതെ കേരയിൽ പോലൊരു പദ്ധതിയാണ് വരുന്നതെങ്കിൽ ഉറപ്പായും അതിനെ പരസ്യമായി തന്നെ കേരളിനെ എങ്ങനെയാണോ പ്രതിരോധിച്ചത് അതുപോലെ തന്നെ പ്രതിരോധിക്കാനാണ് ഇപ്പോൾ ഇവരുടെ തീരുമാനം. വി ഡി സതീശൻ അടക്കമുള്ള ആളുകളെ ഇവരുടെ ഇന്നെടുത്ത യോഗത്തിലെ തീരുമാനം അറിയിക്കും. അദ്ദേഹത്തിന് ഡേറ്റ് കിട്ടിയതിനു ശേഷമായിരിക്കും ആ തീരുമാനം അറിയിക്കുക. നേരത്തെ കേരയിൽ സമരസമിതിക്കെതിരെ എടുത്ത കേസുകളൊക്കെ റദ്ദ് ചെയ്തിരുന്നു. ഇനിയിപ്പോൾ ഇതൊരു ജാഗ്രതാ സമിതിയായി തുടരുമെന്നാണ് അവർ പറയുന്നത്. ഈ ആഡംബര പദ്ധതികൾക്ക് അപ്പുറത്ത് മെച്ചപ്പെട്ട ട്രെയിനുകൾ, അതോടൊപ്പം തന്നെ ഈ റെയിൽപാതകളൊക്കെ കൂടുതൽ സുഗമമാക്കുക, അതൊക്കെയാണ് വേണ്ടത്. വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.